ഹായ് ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കോളേജിലെ ഒരു ഡേ ആണ്. രാവിലെ എണീച്ചപ്പോൾ തൊട്ട് പോണ്ട എന്നിരുന്നിട്ട് പോയൊരു ദിവസമായിരുന്നു. ബസ്സിലൊക്കെ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നിന്നൊക്കെ പോകേണ്ടി വന്നു. പിന്നെ ഇറങ്ങി നമ്മളെ പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം. പിന്നെ പൊതുവേ നമ്മളെ ക്ലാസ്സിലുള്ള ടീംസ് ആരും ഇന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തെ നമ്മളെ നടരാജ് യാത്രയ്ക്ക് ശേഷം നമ്മൾ കോളേജിലെത്തിയപ്പോൾ ടീച്ചർ മേളിൽ നിന്നിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞ് ലാബിലോട്ട് പൊയ്ക്കും. അങ്ങനെ നമ്മൾ ലാബിലോട്ട് എല്ലാവരും കൂടി പോയി. നമ്മളെ ലാബ് അന്ന് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് ക്ലാസ്സിലോട്ട് പോകാൻ നേരത്തെ എല്ലാവർക്കും നല്ല വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് നമ്മൾ ക്യാൻറ്റീനിൽ കയറിയിട്ട് എല്ലാവർക്കും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു. പപ്സും കട്ട്ലറ്റും ക്രീം ബന്നും അങ്ങനെ ക്യാൻറ്റീനിലൊരു സമയം ഇങ്ങനെ ഭയങ്കര തിരക്കാണ്. പിന്നെ നോക്കുമ്പോൾ ഇതിങ്ങനെ നടന്നു പോകണം, അതിന് ഭയങ്കര സന്തോഷം. അങ്ങനെ നമ്മൾ കോളേജൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ എവളുമാർ രണ്ടുകൊണ്ട് കോളേജിനകത്തോട്ടുണ്ട്. അപ്പോഴാണ് കാര്യം മനസ്സിലായി, ഇവളെ വഴി കളഞ്ഞിട്ട് അവരകത്ത് പോയതായിരുന്നു. നമ്മളെ കോളേജിൻ്റെ അടുത്തായിട്ടൊരു അമ്മൂമ്മയുടെ കടയുണ്ട്. അവിടെ നമ്മൾ കുറച്ച് അല്ലറ സാധനം മേടിച്ചു. ഇതാണ് അവിടുത്തെ അമ്മാമ്മ. അങ്ങനെ പുളിമുട്ട എടുത്ത് വായിലോട്ട് ഇട്ടത് അതിൻ്റെ അമ്മ ഒടുക്കത്തെ പുളിയായിരുന്നു, മധുരം തീരെ ഇല്ലാത്ത അങ്ങനെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും പുളിപ്പിച്ചെടുക്കണം. അങ്ങനെ ഞാൻ അവൾക്കത് കൊടുത്തപ്പോഴത്തേക്ക് അവൾ ചോദിച്ചു പൊട്ടിച്ച് കഴിക്കും, കടിച്ച് പൊട്ടിക്കണമെന്ന്. അപ്പം ഞാൻ കടിച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ അവൾക്ക് ഈ ലോകത്തില്ലാത്ത എക്സ്പ്രഷൻ. എന്ത് ചെയ്യാനാന്ന് പറയണ്ട ദൈവം, ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നു. അപ്പോൾ ആക്ച്വലി നമ്മൾ രാവിലെ വന്നതിനെക്കാട്ടി ദൈർഘ്യമേറിയതായിരുന്നു നമ്മളെ വൈകിട്ടൊക്കെ ഒരു വീട്ടിൽ നടന്നിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല. പിന്നെ ഒരുവിധം എവളുമാരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നുണയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയപ്പം നല്ല രസമായിരുന്നു. ഇത് പിന്നെ മുഖം പൊത്തി. പിന്നെ അങ്ങനെ നമ്മൾ നടന്നപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ കാലിൻ്റെ വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ കാലിൻ്റെ വീഡിയോ എടുത്തു. ഈ ഒരു വീഡിയോ എടുത്ത് അങ്ങ് ദൂരെ ആ മഞ്ഞപ്പൂ കാണുന്നുണ്ട്. ആ മഞ്ഞപ്പൂ അവൾ പറിച്ച് എൻ്റെ ചെവിയിലോട്ട് വെച്ച്. ഫസ്റ്റ് അവൾ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ പറഞ്ഞതെന്നറിയാം, ഇത് ഞാൻ ചെവിയിൽ വെക്കാൻ, നീ എൻ്റെ വീഡിയോ എടുക്ക്, പൂക്കി എഫക്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവളത് മാറ്റി എൻ്റെ ചെവിയിലോട്ട് കുത്തിക്കയറ്റി വെച്ചിരിക്കും. എൻ്റെ ദൈവം എന്തൊരു പിള്ളേരാണോ എന്തോ എനിക്കാണ്. അങ്ങനെ നമ്മൾ നടന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാണ്ട് മറ്റേ ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിലെ 3 കീടാണുമാണ് ഇവിടെ ഉള്ളത്. ഈ 3 കീടാണുക്കളും അങ്ങ് ദൂരം നടന്നു വരുന്നേ ഉള്ളൂ. ഇവളുമാരകത്തൊക്കെ പോയിട്ട് ഇതാ വരുന്നതേ ഉള്ളൂ. അകത്ത് അവർ സത്യം പറഞ്ഞാൽ വാഷ്റൂമിൽ പോകാനാണ് പോയത്. വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അകത്ത് പോയതാണ്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് റോട്ട് കിടന്ന് ഓടിക്കളിക്കുന്നു രണ്ടും കൂടെ. അങ്ങനെ ഒരുവിധം നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ എത്തി. അങ്ങനെ ഞാൻ പിന്നെ ബസ് കയറി. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ബസ് ഇറങ്ങി നടന്ന് നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പരിചയമുള്ള വലിയ ബന്ധമൊന്നുമില്ല, അമ്മയായിട്ട് വരും. അങ്ങനെ പിന്നെ അമ്മേനെ പൊക്കിക്കൊണ്ട് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.